ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പകലിലും മഹത്വപ്പെടുമാറാകട്ടെ. പിന്നെയും കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. ചില ദിവസങ്ങളായി നാം വല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മാത്രമാണോ? അല്ല. നമ്മുടെ സമൂഹം മാത്രമാണോ? അല്ല. നമ്മുടെ സംസ്ഥാനം മാത്രമാണോ? അല്ല. ലോക രാജ്യങ്ങളിലുള്ള സകല ജാതികളും സകല മനുഷ്യരും വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലയളവിലൂടെ നാം കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നാം യേശുവിനെ അറിയുന്നുവെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിൽ ജീവിക്കുന്നുവെങ്കിൽ, അവിടുത്തെ കൂട്ടായ്മയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ, പൗലോസ് പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഞാൻ പിന്നെയും ഓർപ്പിക്കട്ടെ, കർത്താവിൽ സന്തോഷിപ്പിൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. എനിക്ക് നിങ്ങളെ ഓർപ്പിപ്പാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ആയിരിക്കാം. വചനം ചിന്തിക്കുന്നത് നമുക്ക് ആത്മാവിൽ സന്തോഷമാണ്. വചനം നമ്മുടെ ആത്മാവിന് ആരോഗ്യമാണ്. വചനം വിടുതലാണ്. വചനം ജീവനാണ്. വചനം ചൈതന്യമാണ്. വചനം ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. വചനം രോഗത്തെ സൗഖ്യമാക്കും. വചനം ബന്ധനങ്ങളെ അടിച്ചു മാറ്റും. വചനത്താലാണ് സകലതും ഉളവായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വചനത്തിൽ അല്പസമയം പുകഴാം, സന്തോഷിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ആകാശം മാറും, ഭൂമി മാറിപ്പോകും, എൻ്റെ വചനത്തിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അല്പസമയം ഒരുമിച്ച് വചനം ചിന്തിക്കാം, വചനം ധ്യാനിക്കാം. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാനൊരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിലെ 40-ാം വാക്യം ചരിത്ര പ്രസിദ്ധമായ ഒരു വാക്യമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും തന്നെ അറിയാവുന്ന ഒരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 40-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു അവളോട്, മാർത്തയോട് പറഞ്ഞ ഒരു വാക്യശകലമാണ് നാം വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ പഠിച്ചിട്ടുള്ളവർക്ക്, വേദപുസ്തകം വായിച്ചിട്ടുള്ളവർക്ക്, ദൈവമക്കൾക്ക് നന്നായി അറിയാവുന്ന വിഷയമാണ്. അവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ലാസറിന്റെ ഉയർപ്പാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. യേശുവിൻ്റെ സ്നേഹിതനാകുന്ന ലാസർ, യേശു പലപ്പോഴും തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ വിശ്രമത്തിനായി തെരഞ്ഞെടുത്ത ബെഥന്യാവിലെ ഒരു ദരിദ്ര ഭവനം, ആ ഭവനത്തിൽ യേശു പലപ്പോഴും കടന്നു ചെല്ലുകയും വിശ്രമിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ലാസറിന് 2 സഹോദരിമാർ, വേദപുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, മാർത്ത, മറിയ. ദൈവത്തിന് സ്തോത്രം. ഈ ലാസർ ദീനമായി കിടക്കുന്ന വാർത്ത യേശുവിനെ അറിയിച്ചു. യേശു കടന്നു ചെന്നില്ല. മാത്രമല്ല, ദീനം വർദ്ധിച്ചപ്പോൾ പോലും യേശു അവിടെ പോയില്ല. ഇത് മാത്രമല്ല, ലാസർ മരിച്ചു എന്ന് കേട്ടിട്ട് പോലും യേശു പോയില്ല. ഇതിനെല്ലാം ശേഷമായി ലാസറിന്റെ മരണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശു ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, അത് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം അധ്യായം പഠിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. ഈ ഭാഗം, ഈ വാക്യം പറയുന്നത് തന്നെ മാർത്ത പറയുന്നുണ്ട്, 4 ദിവസമായി കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി. യേശു അവളോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ ജീവനും പുനരുദ്ധാരണവും, ഇതെല്ലാം പറയുന്നുണ്ട്. എങ്കിലും അവൾ ആ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അവൾ പറയുന്നു, യേശുവിനോട് പറയുന്നു, എനിക്ക് വിശ്വാസമുണ്ട്, ഒടുക്കത്തെ നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, ഇവിടെയാണ് യേശു പറഞ്ഞ ദൂതിന്റെ ആഴം ഇരിക്കുന്നത്.
യേശു അവളോട് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറയുന്നത് ഇപ്പോൾ കാണുമെന്നുള്ള രീതിയിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. വളരെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ആ സഹോദരിമാരെ നോക്കി യേശു പറയുക, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എപ്പോൾ? ഇപ്പോൾ കാണും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ കാണും. അതാണ് യേശു അവളോട് പറഞ്ഞത്. അവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയാം. യേശു കല്ലറവാതിൽക്കൽ ചെന്നു, കല്ലുരുട്ടി മാറ്റി, ലാസറേ പുറത്തു വരിക എന്ന് യേശു കൽപ്പിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവമക്കളെ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം പറഞ്ഞ ആലോചനകൾ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ നങ്കൂരമിട്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എപ്പോൾ? അതാ ഒരു ചോദ്യമാണ്. അവിടെയാണ് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ദൈവമക്കളെല്ലാം പ്രയാസപ്പെടുന്നത്. എപ്പോൾ? പലരും ചോദിക്കാറുണ്ട്, എപ്പോഴാണ് ഇത് കാണുന്നത്? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒറ്റ വാക്കിൽ നമുക്ക് പറയാനുള്ള മറുപടി എന്താണ്? ദൈവത്തിന്റെ സമയത്ത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം പറയും, ദൈവമേ അങ്ങേക്ക് ഹിതമാകുന്നുവെങ്കിൽ. ഞാൻ ഉൾപ്പെടെ നാം എല്ലാവരും പറയും, അങ്ങേക്ക് ഹിതമാകുന്നുവെങ്കിൽ. അവിടെയാണ് പ്രിയമുള്ളവരെ വിശ്വാസത്തിന്റെ ശക്തിയിരിക്കുന്നത്. കാരണം എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നമുക്കതറിയാം. വിശ്വാസത്തിന്റെ നിർവചനം അതാണ്. എബ്രായ ലേഖനത്തിൽ 11 അധ്യായം 1 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ 6 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവകൃപയാണ് വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവകൃപയാണ് വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത് ഉണ്ടാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ പേര് വിശ്വാസി എന്നല്ലേ? അതെ, വിശ്വാസി എന്ന് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യം സംഭവിക്കുമെന്ന്, അത് ഇപ്പോൾ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തിന് സ്തോത്രം. ആ പ്രസാദം ഒരു ദൈവകൃപയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്നത്തെ വചനധ്യാനം മനസ്സിലാകുന്നുണ്ടോ? ഇതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രായോഗിക തലത്തിൽ ഞാനും നിങ്ങളുമല്ല ഇവിടെ പലപ്പോഴും പരാജയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദയവായി ക്ഷമിക്കണമേ. നമുക്ക് വേദപുസ്തകത്തിലെ ചില ഉദാഹരണങ്ങൾ നോക്കാം. അബ്രാഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, ഞാൻ നിനക്കൊരു തലമുറയെ തരുമെന്ന്. 99 വയസ്സിൽ അബ്രാഹാമിന്റെ വീട്ടിൽ കടന്നു വന്ന് ആ വാഗ്ദത്തെ ഒന്നുകൂടെ ദൈവം ഉറപ്പിക്കുന്നുണ്ട്. അടുത്ത ആണ്ടിൽ ഞാൻ പറഞ്ഞ വാഗ്ദത്തം നീ കാണുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ വാഗ്ദത്തം വീണ്ടും ഒന്നുകൂടെ ദൈവം തമ്പുരാൻ പറഞ്ഞപ്പോൾ കൂടാരത്തിനകത്ത് അബ്രാഹാമിന്റെ പിന്നിൽ ദൂത് കേട്ടോണ്ടിരുന്ന സാറ ചിരിച്ചു. അബ്രാഹാമും ചിരിച്ചു കാണും. അവിടെ എഴുതിയിട്ടുണ്ട്, സാറ ചിരിച്ചു എന്ന് തിരിഞ്ഞു നിന്ന ദൈവദൂതൻ ദൈവം അവരോട് പറയുന്നു, ചിരിച്ചു. പ്രിയമുള്ളവരെ, സാറ ചിരിച്ചു, അബ്രാഹാമും ചിരിച്ചു കാണുന്നേ.
ചിരിച്ചു എന്ന് തന്നെയാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ ചിരിക്ക് വ്യത്യാസമുണ്ട്. കാരണം തൻ്റെ ശരീരത്തിന്റെ നിർജീവത്വമാണ് അവിടെ. സാറായെ കുറിച്ച് അവിടെ വേദപുസ്തകം അങ്ങനെ എഴുതിയിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പക്ഷേ റോമലേഖന കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഭയങ്കര ആഴമാണ്. ദൈവം നമ്മോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വഴിയിലാണ് നാം നടക്കുന്നതെങ്കിൽ ദൈവം അത് ചെയ്യാൻ ശക്തനാണ് എന്നുള്ളത് ജീവിതത്തിന്റെ പ്രായോഗികമായ അനുഭവങ്ങളിൽ വരുമ്പോൾ നാം അടിപതറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അബ്രഹാം അങ്ങനെയല്ലായിരുന്നു. റോമലേഖന കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പുത്രോത്പാദനത്തിനുള്ള ശക്തി അവനിൽ ഇല്ലെങ്കിൽ പോലും അവന്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അതാണ് വിശ്വാസം. ആ ഉറപ്പിനെയാണ് ദൈവം അംഗീകരിക്കുന്നത്. അവിടെയാണ് ദൈവപ്രസാദം അബ്രാഹാമിൽ വന്നത്. നമുക്ക് ആ ഉറപ്പ് ഉണ്ടാകാറില്ല. നിങ്ങൾ ചിന്തിച്ച് പരമാർത്ഥതയോടെ നിങ്ങളുടെ ഹൃദയത്തിനോടൊന്ന് ചോദിച്ച അങ്ങനെ ഒരു ഉറപ്പുണ്ടോ? ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, അങ്ങനെ ഒരു ഉറപ്പ് പലപ്പോഴും എനിക്ക് ഉണ്ടാകാറില്ല. പിന്നെ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ഒരു ഉറപ്പ് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഹൃദയത്തിൽ അത് സംഭവിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ സംഭവിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അബ്രാഹാമിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അതുകൊണ്ട് അബ്രാഹാമിന് വിശ്വാസികളുടെ പിതാവ് എന്ന പേര് ലഭിക്കാനിടയായി. അത് തന്നെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ, അവര് തെറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ മോശയുടെ നേതൃത്വം, ദൈവത്തിന്റെ ആലോചന മോശ പ്രാപിച്ചേച്ചും വെച്ച് സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ഇസ്രായേലിലുള്ള ഗോത്ര തലവന്മാരെ തെരഞ്ഞെടുത്ത് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ വാഗ്ദത്ത കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് 12 പേരെ നീ അയക്കണമെന്ന്. വേദപുസ്തകം നന്നായി പഠിക്കുന്നവർക്ക് അതറിയാം. ഒരു വിശ്വാസത്തിന്റെ പരിശോധനയാണ്. വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കുക. ആരാ? വിശ്വാസം നൽകിയവൻ. ദൈവത്തിന് സ്തോത്രം. അബ്രാഹാമിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അബ്രാഹാം അതിനെ ജയിച്ചു. അബ്രാഹാമിന് ഉറപ്പ് വന്നു, എന്റെ ദൈവത്തിന് സകലതും സാധ്യമാണെന്നുള്ള ഉറപ്പ്. ഞാൻ സേവിക്കുന്ന ദൈവം സകലത്തെയും ഇല്ലായ്മയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഇനി വേണമെങ്കിൽ എനിക്ക് എന്റെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് പുതുതൊന്ന് സൃഷ്ടിച്ചു തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നുള്ള ആ ഉറപ്പ് തന്റെ ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അബ്രാഹാം പ്രാപിപ്പാനിടയായി. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവരത് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയില്ല. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ മോശ 12 ഗോത്രത്തലവന്മാരെ തെരഞ്ഞെടുത്തു. കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിനായി അവരെ പറഞ്ഞയച്ചു. അവര്
കനാൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത പ്രദേശം, പലസ്തീൻ നാട്, അതിന്റെ കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ് ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചു. അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ ആളുകളുടെ വിവരങ്ങൾ, അവിടുത്തേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നന്നായി പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. അവര് തിരിച്ചു വന്നേച്ചും വെച്ച് മോശയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം പറഞ്ഞത് ഉണ്മയാണ്, ദൈവം പറഞ്ഞത് സത്യമാണ്. അതിന് അടയാളമായി അവര് ആമേൻ എസ്കോൾ താഴ്വരയിൽ നിന്നും ഒരു മുന്തിരിക്കുള്ള പറിച്ചു കൊണ്ടുവരുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കമ്പിന്മേൽ മുന്തിരിക്കുല കെട്ടി രണ്ടുപേര് ചേർന്ന് തോളോട് തോൾ ചേർന്ന് പൊക്കിക്കൊണ്ടുവരികയായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാകും വിധമുള്ള തെളിവ് അവര് മോശയോട് വിവരിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ കാണിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞത് അച്ചട്ടയാണ്, ശരിയാണ്. അത് കനാൻ നാട്, പാലും തേനും ഒഴുകുന്ന നാട് തന്നെയാണ്. ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇതെല്ലാം അവർ വിവരിക്കുന്നുണ്ട്. വടക്ക് ഇന്ന ആൾക്കാർ താമസിക്കുന്നു, തെക്ക് ഇന്ന ആൾക്കാർ താമസിക്കുന്നു, അവരുടെ കൂടാരങ്ങൾ, ഇതെല്ലാം പറഞ്ഞും വെച്ച് ഒടുവിലായി അവരൊരു വാർത്ത പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അവരെ കണ്ടപ്പോൾ ഞങ്ങളെ വെട്ടുകിളി പോലെ തോന്നിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെതായ ആസ്വാദനം. വിശ്വാസം പരിശോധിക്കപ്പെടുന്ന അവിടെയാണ്. വിശ്വാസം ഹൃദയത്തിൽ എവിടം വരെ ആയി എന്നുള്ളത് ചോദിക്കപ്പെടുന്നത് അവിടെ വെച്ചാണ്. ഇത്രയും നല്ല റിപ്പോർട്ടുകൾ അവർ കൊടുത്തേച്ചും വെച്ച് ഒടുവിൽ പറയുകയാണ്, അവരെ കണ്ടപ്പോഴേ ഞങ്ങളെ വെട്ടുകിളി പോലെ തോന്നിക്കും. എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? കാര്യമൊക്കെ ശരിയാ, ദൈവം പറഞ്ഞതെല്ലാം ശരിയാ, ദൈവം പറഞ്ഞതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ നമുക്കത് പ്രാപിക്കണമെങ്കിലേ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്ന വചനം നമ്മെ പരിശോധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഇവിടെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അതിന് തെളിവായി ഒന്നുകൂടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എങ്ങനെയാ ദൈവമക്കളായത്? രക്ഷിക്കപ്പെട്ടത്. എങ്ങനെയാ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? ഒരു ലഘുലേഖ വായിച്ചു, അല്ലെങ്കിൽ ഒരു സുവിശേഷ യോഗത്തിൽ പങ്കെടുത്തു, അതല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു, അതുമല്ലെങ്കിൽ ക്ഷീണിതനായിരുന്നപ്പോൾ, തളർന്നിരുന്നപ്പോൾ ഒരു ദൈവദാസൻ നമ്മുടെ അടുക്കിലേക്ക് വന്നു, സുവിശേഷം അറിയിച്ചു, യേശുവിനെ കുറിച്ച് പറഞ്ഞു, വിശ്വസിച്ചു. അങ്ങനെയല്ലേ? യേശുവിനെ കണ്ടിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് യേശുവിനെ പരിചയമുണ്ടോ? നമുക്കറിയാം. എന്തറിയാം? 2020 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നെന്നും നല്ല കാര്യങ്ങൾ ചെയ്തെന്നും ക്രൂശിൽ മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ഇതൊക്കെ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് വിശ്വസിച്ചു. അവിടെയാണ് ദൈവമക്കളെ ദൈവമഹത്വം വെളിപ്പെടുന്നത്. അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന അവിടെയാ. അത് വിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. അവിടെയാണ് വിടുതൽ വ്യാപരിച്ച്, അവിടെയാണ് സൗഖ്യം വന്ന്, അല്ലെങ്കിൽ അവിടെയാണ് നാം രക്ഷിക്കപ്പെട്ടത്. റോമലേഖന കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10:9
യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും എന്ത്? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. കണ്ടോ, രണ്ട് സംഗതി, ഒന്ന് വായും ഹൃദയവും. ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. വായും ഹൃദയവും രക്ഷയ്ക്ക്, ദൈവകൃപയുടെ വ്യാപാരത്തിന്, ദൈവപ്രസാദത്തിന് ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ഈ സന്ദേശം ശ്രവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ വാഗ്ദത്ത വിഷയങ്ങളിലും ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, സാറ ചിരിച്ചു, അബ്രാഹാം ചിരിച്ചു. സാറ ചിരിച്ചതിൻ്റെ ചിന്ത മനോഭാവം വേറെ, അബ്രാഹാം ചിരിച്ചതിന്റെ ചിന്ത മനോഭാവം വേറെ. സാറ ചിരിച്ചത് എന്താ? സ്ത്രീകൾക്കുള്ളതായ സമ്പ്രദായം നിന്നുപോയി, പിന്നെ ഇനി എങ്ങനെ? അബ്രാഹാം ചിരിച്ചോ? ഇല്ലെങ്കിൽ പോലും ഒന്നുമില്ലെങ്കിൽ പോലും എന്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. നാം എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? 2020 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ, അത് വാ കൊണ്ട് പറഞ്ഞപ്പോൾ ദൈവകൃപ വ്യാപരിച്ചു, വിടുതലായി. മനസ്സിലാക്കുന്നുണ്ടോ ദൈവമക്കളെ? ഇത് എനിക്കും നിങ്ങൾക്കും മനസ്സിലായാൽ ഇന്ന് പകലിൽ ചില വിടുതൽ നടക്കും. പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ചില വഴികൾ തുറന്നു വരും, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, ചില കെട്ടുകൾ പൊട്ടി മാറും. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിരാശയോടുകൂടിയാണോ ഈ സന്ദേശം കേൾക്കുന്നത്? ദുഃഖത്തോടുകൂടിയാണോ ഈ സന്ദേശം കേൾക്കുന്നത്? വിശ്വാസ ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നു? ദൈവത്തിന്റെ പൈതലേ, നീ മടുത്തു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പിൻവാങ്ങി പോകരുത്. ദൈവം വിശ്വസ്തനാണ്. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്നോട് പറഞ്ഞ ആലോചനകൾ നിവർത്തീകരിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. അവൻ മതിയായ കർത്താവാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ സന്ദേശം നീ ശ്രദ്ധിക്കുക. നിന്റെ ഹൃദയത്തിൽ ചലനങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് പ്രിയമുള്ളവരെ, അല്പമാഴമേറിയ ഈ കാര്യം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൊച്ചുമുറിക്കകത്തിരുന്ന് മൊബൈലിലൂടെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി, ഒരു വിടുതലായി, ആമേൻ, ഒരു പുറപ്പാടായി സംഭവിക്കുക തന്നെ ചെയ്യും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് നിന്റെ ദൈവം, എന്റെ ദൈവം. മറന്നു പോകരുത്, പരാജയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പിൻവാങ്ങി പോകരുത്, പിറുപിറുത്ത് പോകരുത്, പരിഭവപ്പെട്ട് പോകരുത്, പരാതി പറഞ്ഞ് പോകരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായി ശക്തമായി ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച ഭാഗം, ഇസ്രായേൽ ജനത്തിന് പറ്റിയ പിഴവ് ഇവിടെയാണ്. അബ്രാഹാം വിജയിച്ചത് ഇവിടെയാണ്. എനിക്കും നിങ്ങൾക്കും ഇതൊരു മാതൃകയാണ്. എനിക്കും നിങ്ങൾക്കും ഇതൊരു സാക്ഷ്യമാണ്. എനിക്കും നിങ്ങൾക്കും ഇതൊരു അനുഭവമാണ്. എന്റെയും നിങ്ങളുടെയും വാഗ്ദത്ത വിഷയങ്ങളുടെ പരിശോധന കാലമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ദൈവത്തിന്റെ ആലോചനയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായോ തിരുവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴോ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ എന്റെ ദൈവം ശക്തനാണ്. അത് പാൻഡമിക്കാണ്, കൊറോണയാണ്, ലോക്ക്ഡൗൺ ആണ്, പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ല, കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് കർത്താവ് നിന്നോട് വാഗ്ദത്തം പറഞ്ഞത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടത്. ദൈവ പൈതലേ, ദൈവത്തിന് സ്തോത്രം. മറന്നു പോകരുത്. നീ ദൈവവചനം ശ്രദ്ധിച്ചേ. ഇസ്രായേൽ ജനത്തിന് പറ്റിയ പിഴവ് നോക്കണേ.
ഇസ്രായേൽ ജനം ഇതെല്ലാം കണ്ട് ആമേൻ പറഞ്ഞ ഒടുവിൽ എന്താ പറഞ്ഞത്? നമുക്കതിനുള്ള കഴിവില്ല, നമ്മള് അവരുടെ മുമ്പിൽ വെട്ടിക്കിളിയ. ദൈവമക്കളെ, അതങ്ങനെ തന്നെയാണ്. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ എന്തുവാ? ഗോലിയാത്തിന്റെ നീളവും പൊക്കവും വണ്ണവും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. 1 ശമൂവേൽ 17. ദാവീദ് അവൻ ബാലകൻ, 15, 16, 17 വയസ്സ് മാത്രമേ അവന് കാണുവാനുള്ളൂ. യുദ്ധപരിചയമില്ല, അവൻ ബാലകനാണ്. നേരത്തെ യുദ്ധം ചെയ്തുള്ള യാതൊരു പരിചയങ്ങളും അവനില്ല. പക്ഷെ അതല്ല വിശ്വാസം എന്ന് പറയുന്നത്. അതല്ല. എനിക്കൊരാശയുണ്ട്. അബ്രാഹാം അവിടെയല്ലേ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്താണ് ദൈവം എന്നോട് പറഞ്ഞ ആ കാര്യത്തിന് എനിക്ക് ആശയുണ്ട്. ഇസ്രായേൽ ജനത്തിന് വന്ന പിഴവ് കണ്ടോ? അവിടെ സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വാസങ്ങളുടെ പ്രവർത്തികൾ കാണാം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അങ്ങനെയല്ല. നാം ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്. നാം ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാണ്. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മറന്നു പോകുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസത്തിന് അല്പം മങ്ങൽ വന്നിട്ടുണ്ടോ? വിശ്വാസത്തിന് കുറവ് വന്നിട്ടുണ്ടോ? വിശ്വാസത്തിന് ക്ഷീണം ഭവിച്ചിട്ടുണ്ടോ? വിശ്വാസത്തിൽ ക്ഷീണിച്ചോ? ക്ഷീണിക്കരുത് ദൈവവൈതലേ, ദൈവദാസ, ക്ഷീണിക്കരുത്. വിശ്വാസത്തിൽ ശക്തിപ്പെടണം, വിശ്വാസത്തിൽ ബലപ്പെടണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം, ഹൃദയത്തോട് പറയണം, ദൈവം എന്നോട് പറഞ്ഞത് ചെയ്തു തരുവാൻ ദൈവം ശക്തി, അവൻ മതിയായ. വാ തുറന്നു പറയണം, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. എന്നോട് പറഞ്ഞ വാഗ്ദത്തം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. വാ തുറന്നു പറയണം. ഇന്ന് പകൽക്കാലം വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വാ തുറന്ന് ചില കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ, ഹൃദയത്തിൽ വിശ്വസിച്ച് വാ തുറന്നു പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. നിന്റെ രോഗാവസ്ഥയ്ക്ക് മാറ്റം വരും. നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. നിന്റെ കടഭാരത്തിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അടഞ്ഞ വഴികൾ അവൻ നിനക്കായി തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ കൊച്ചുമുറിക്കകത്തിരുന്നു കൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ടൊന്ന് ഏറ്റുപറഞ്ഞേ വിടുതൽ സംഭവിക്കുന്നത് കാണാം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. രക്ഷിക്കപ്പെട്ടതുപോലെ അബ്രഹാം വാഗ്ദത്ത നിവർത്തീകരണം കണ്ടതുപോലെ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് അത്തരത്തിൽ കാണാനുള്ള അവസരമുണ്ട്. നമുക്കത് കാണാം. സംശയിക്കരുത്, നമുക്കത് കാണാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ വിശ്വസിച്ചത് വാ കൊണ്ട് പറയുന്നു. വഴി തുറക്കട്ടെ. വാ കൊണ്ട്. നിനക്കൊരു നാമം തന്നിട്ടില്ലേ? യേശുവിന്റെ നാമം. വാ തുറന്നു പറ. എല്ലാ നാമത്തിനും മേലായ നാമം, പാതാള ശക്തികളെ തോൽപ്പിച്ച നാമം, സാത്താന്റെ തലയെ ക്രൂശിൽ തറച്ച നാമം. ദൈവത്തിന് സ്തോത്രം. മറന്നു പോകല്ലേ. നിന്റെ മുൻപിലുള്ള ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ക്ഷീണിച്ചു പോകല്ലേ, തളർന്നു പോകല്ലേ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. അവൻ പറഞ്ഞ വാക്കിന് മാറ്റമില്ല. ദൈവ പൈതലേ, നീ ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നോട് ചേർന്ന് പറയണേ, എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം, എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം,
എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. പ്രിയമുള്ളവരെ, ആ പാട്ടിന്റെ ഈരടി ഒന്ന് ശ്രദ്ധിച്ചേ. അതിശയനാമം, യേശു അതിശയനാമം എന്ന് വെച്ചാൽ എന്താ പ്രിയമുള്ളവരെ? ഈ ലോകത്തിൽ നാം കാണുന്നത് പോലെയുള്ള ഒരു യാത്രയല്ല ഇത്. ലോകക്കാര് പോകുന്ന പോലെയുള്ള ഒരു യാത്രയല്ല. ഇനി നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇതൊരു എത്തും പിടിയും കിട്ടത്തില്ല. ഇത് കൃപയാണ്, ഇത് വിശ്വാസത്താലാണ്, ഇത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ട ഒരു യാത്രയാണ്. അത്ഭുതങ്ങളുടെ യാത്രയാണ് ക്രിസ്തീയ യാത്ര. നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോകത്ത് കാണുന്ന പോലെയുള്ള ഒരു മത സംവിധാനമേ അല്ല ഈ ബൈബിൾ പറയുന്നത്. ഇന്ന് ലോകത്ത് കാണുന്ന ഒരു മത സംവിധാനം അല്ല ഈ ബൈബിൾ പറയുന്നത്. ഇതൊരു അത്ഭുത വഴിയാണ്. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത വഴിയാണ്, കാണുവാൻ കഴിയില്ല. വേദപുസ്തകം പറയുന്ന ഒരു പ്രവാചകന്റെയും ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിലാണ് ദൈവപ്രവർത്തികൾ എനിക്കായി നമുക്കായി വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് പറയണം. രോഗമാണോ അലട്ടുന്നത്? കടഭാരമാണോ അലട്ടുന്നത്? നീണ്ട ദിവസങ്ങളായുള്ള ഈ ലോക്ക്ഡൗൺ മൂലം എന്താണ് അലട്ടുന്നത്? ഞെരുക്കമാണോ? ഇനി ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയമാണോ? എന്തുമാകട്ടെ, ഈ പകൽക്കാലം ഈ സന്ദേശം നീ കേൾക്കുമ്പോൾ നിന്റെ കൊച്ചു ഭവനത്തിനകത്ത്, ആ കൊച്ചു മുറിക്കകത്ത് മറ്റാരും കേൾക്കണ്ട, ഹൃദയത്തിലൊന്ന് വിശ്വസിച്ച് വാ കൊണ്ടൊന്ന് ഏറ്റുപറഞ്ഞ്, നാളുകളായി നിന്നെ ക്ഷീണിപ്പിക്കുന്ന നിരാശയാണോ, ബന്ധനമാണോ, കെട്ടുകളാണോ, പോരാട്ടങ്ങളാണോ, വെല്ലുവിളികളാണോ, ഒന്ന് വാ കൊണ്ട് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ആ രോഗാത്മാവിനെ ഞാൻ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വഴി തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. നീ തന്നെ നിന്റെ ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ച് വാ കൊണ്ടൊന്ന് ഉരുവിട്ടെ. ഇന്ന് പകൽക്കാലം നിശ്ചയമായി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിശ്ചയമായി നിന്റെ രോഗം മാറ്റും. ദൈവത്തിന് സ്തോത്രം. നിശ്ചയമായി നിനക്ക് വഴി തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. നിശ്ചയമായി ഇന്ന് പകൽക്കാലം ഈ സന്ദേശം നീ ശ്രവിക്കുമ്പോൾ ഒരു അത്ഭുതം കാണും. ദൈവ പൈതലേ, നീ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം ഇന്ന് പകൽക്കാലം നിനക്കായി കാത്തിരിക്കുകയാണ്. നീ അത് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്ക്, വാ കൊണ്ടൊന്ന് ഏറ്റുപറ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നാറ്റം വെച്ചതാണോ? അവൾ പറയുന്നുണ്ട്, മാർത്ത യേശുവിനോട് പറയാ, നാറ്റം വെച്ച് 4 ദിവസമായി. യേശു തിരിഞ്ഞെന്ന് പറയാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്റെ യേശുവിന് അസാധ്യമായ കാര്യമില്ല പ്രിയരെ. അവൻ സർവശക്തനായ ദൈവമാണ് യേശു. അത് ഹൃദയത്തിൽ വിശ്വസിച്ച് നാറ്റം വെച്ചതാണെങ്കിലും അവൻ പുറത്തു. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്ത് വിഷയമായിക്കൊള്ളട്ടെ, എന്ത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, എന്ത് പോരാട്ടമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം വിടുതൽ സംഭവിക്കുകയാണ്. ഇന്ന് പകലിൽ മാനസികമായി തകർന്നിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മനസ്സിന്റെ ചില കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭയപ്പെടല്ലേ, പരിഭവപ്പെടല്ലേ, പിണങ്ങല്ലേ. ഈ പ്രത്യേകതയുള്ള സമയത്ത് വിശ്വാസിയായി വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട്
യാത്ര തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്ക് സ്തോത്രം. ഈ സന്ദേശം കേട്ട ആരെങ്കിലും പ്രയാസത്തോടാകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ആ ഭാരം വിട്ടൊഴിയട്ടെ. ആ രോഗാത്മാവ് വിട്ടുമാറട്ടെ. ആ കടഭാരം വിട്ടുമാറട്ടെ. ആ വഴി തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.